നിങ്ങളൊരു ആപ്പ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത്ര ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒരു ഡെവലപ്പർ അപ്രോച്ച് ചെയ്യും, എനിക്ക് ഒരു ആപ്പ് വേണം എന്ന് പറയും, അവനൊരു എമൗണ്ട് പറയും, നിങ്ങളത് കൊടുക്കും, ചെയ്യും അല്ലേ? ഇങ്ങനെയാണോ ആക്ച്വലി ചെയ്യേണ്ടത്? ശരിക്കും ആപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈവൻ ദോ നിങ്ങൾ അത്ര ടെക്നിക്കൽ പേഴ്സൺ അല്ലെങ്കിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളിപ്പോൾ ഒരു കാറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ കാറിൻ്റെ കളറും അല്ലെങ്കിൽ ടയറും നോക്കിയിട്ടല്ലല്ലോ വാങ്ങുക. അതിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ഈവൻ ദോ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഇത്ര CC ഉണ്ട്, ഇത്ര 100 കിലോമീറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്ര സെക്കൻഡ്സ് എടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്പിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മളിവിടെ സ്റ്റാർട്ടപ്പ്സ്, ബിസിനസ്, ടെക്നോളജി അതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു അവർ വീഡിയോ. നിങ്ങളൊരു ടെക്നിക്കൽ പേഴ്സൺ അല്ലെങ്കിലും ആപ്പിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണമെന്ന് പറയാനുള്ള കാരണം മാർക്കറ്റിലുള്ള സർവീസ് കമ്പനീസാണ്. അവർ പല ആൾക്കാരും ഇപ്പോൾ പണ്ട് നമ്മൾ തമാശക്ക് പറയുമായിരുന്നല്ലോ, വീട്ടിലൊക്കെ അച്ഛനോട് പറയും ടൈം ടേബിളിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൈസ വാങ്ങിപ്പോകും. അതേപോലെ SSLന് പൈസ വേണം, ഹോസ്റ്റിങ്ങിന് പൈസ വേണം, അതിന് പൈസ വേണം, ഇതിന് പൈസ വേണം, ഡാറ്റ അങ്ങോട്ട് മാറ്റുന്നതിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ബില്ലും അടിച്ചിട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ ജെന്യൂൻ ആയിരിക്കും, ചിലതൊക്കെ ഇച്ചിരി അവർ ഉണ്ടാക്കിയെടുത്തതാവാം. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു ബേസിക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അവിടെ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആപ്പിൻ്റെ കമ്പണൻസിലോട്ട് വരികയാണെങ്കിൽ ആപ്പിന് മെയിനായിട്ട് 3 കമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഫ്രണ്ട് എൻഡ്, പിന്നെ അത് ബാക്ക് എൻഡ്, പിന്നെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതിൽ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലെറ്റ്സ് ഇത് ഞാനിപ്പോൾ പറയുന്ന കാര്യം ആപ്പിനും വെബ്സൈറ്റിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, ചെറിയ ടെക്നോളജി ലെവലിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്വിഗ്ഗി ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു, നിങ്ങൾ ആ കാണുന്ന ഇൻ്റർഫേസ് ആണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതൊരു ലാംഗ്വേജിലായിരിക്കും മോസ്റ്റ്ലി കോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്വിഗ്ഗിയിലാകുമ്പോൾ ഒരു ഓറഞ്ച് ഇൻ്റർഫേസ്, നിങ്ങളുടെ ആ ഒരു ബാനേഴ്സ്, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ചെയ്ത ഒരു സംഭവം. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ നിങ്ങൾ ഓരോ ഫീഡ് വീഡിയോസ് കാണുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടല്ലോ. ഇപ്പോൾ മെയിൻലി ആൻഡ്രോയിഡ്, iOS ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പണ്ടത്തെ ഒരു സിനാരിയോയിൽ ആൻഡ്രോയിഡിൽ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യുകയും iOSൽ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യുകയായിരുന്നു മോസ്റ്റ്ലി ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ ജാവ, കോട്ട്ലിൻ ഒരു ഓപ്ഷൻ ഉണ്ട്, iOSൽ സ്വിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് 2 കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കോസ്റ്റ് ശരിക്കും വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ കൂടുതൽ ആപ്പുകൾക്കും ഹൈബ്രിഡ് ആയിട്ടുള്ള ആപ്പ് ടെക്നോളജീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്ട് നാറ്റീവ്. ഈ ഹൈബ്രിഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നാറ്റീവ് ആയിട്ടുള്ള ഈ ആപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാറ്റീവ് ആകുമ്പോൾ 2 പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ 2നും കോഡ് ചെയ്യണം, 2 കോസ്റ്റ് ഉണ്ടാവും. ഹൈബ്രിഡ് ആകുമ്പോൾ അത് ഒറ്റ സോഴ്സ് കോഡിൽ എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്ലട്ടറിലൊക്കെ ആണെങ്കിൽ ഫ്ലട്ടർ വെബും അവൈലബിൾ ആണ്, അതായത് സിംഗിൾ സോഴ്സ് കോഡിൽ ആൻഡ്രോയിഡിൽ, iOSൽ വെബ്സൈറ്റും ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് അതിലുണ്ട്. എല്ലാം സിംഗിൾ സോഴ്സ് കോഡ് ചെയ്യുമ്പോൾ അതിൽ പല ലിമിറ്റേഷൻസും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് ഏതാണോ ഏറ്റവും സൂട്ട് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരിക്കലും നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഫ്ലട്ടറിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നില്ല. കാരണം ഫ്ലട്ടർ, റിയാക്ട് നാറ്റീവ് പോലുള്ള കാര്യങ്ങളിൽ അവർ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചില സപ്പോർട്ടുകളിലും ചില ലൈബ്രറി യൂസേഴ്സിലും ഒക്കെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് സ്പെസിഫിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോസ്റ്റിന് നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളത് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അപ്രോച്ച് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് കമ്പനീൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അത് ചെയ്യുക. പക്ഷെ അതൊരു മണ്ടത്തരമാണ്. ഓക്കെ, ഇപ്പോൾ പല കമ്പനീസും അയോണിക്കിലൊക്കെ ചെയ്യുന്നതുണ്ട്, പല കമ്പനീസും കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ടെക്നോളജി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഡെവലപ്പേഴ്സിന് അതായിരിക്കും നോളജ് ഉണ്ടാവുക. അപ്പോൾ അവരത് നിങ്ങളുടെ തലയിൽ വെച്ച് തരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടൊരു പോയിന്റിൽ നിങ്ങൾ ഇതിൻ്റെ സോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡെവലപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഡെവലപ്പേഴ്സ് അവൈലബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളത് മൊത്തം മാറ്റി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് അത്ര ഒരു ചെറിയ സ്റ്റാർട്ടപ്പിന് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. ഇനി അടുത്തതായിട്ടുള്ള സാധനം ബാക്ക് എൻഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ബാക്ക് എൻഡിൻ്റെ കേസിൽ അത് യൂഷ്വലി
ഒരു PHP, പൈത്തൺ അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് നോഡൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ കുറേ ടെക്നിക്കൽസ് പറയുന്നുണ്ട്. പക്ഷേ ടെക്നിക്കൽസ് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ലേമാൻ ടേംസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്പ് നിങ്ങൾ കാണുന്ന സംഭവമാണ് നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ ഈ ആപ്പിൽ നിന്ന് ഒരാൾ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു എന്താ പറയുക ഫുഡ് ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് സെൻട്രലി ഒരു സിംഗിൾ സെർവറിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം അത് ഞാൻ പറയാം. പക്ഷേ ആ സെർവറിൽ നമ്മളൊരു കോഡ് ഓടിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഒരാൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഷാഹിൻ ഒരു പോസ്റ്റ് ചെയ്തു, ഇവിടെ സ്റ്റോർ ചെയ്യാം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഷാഹിൻ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തു, ഇപ്പോൾ ലൈക്ക് ചെയ്തപ്പോൾ ഷാഹിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഷാഹിൻ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയിക്കാം. അപ്പോൾ ഈ സാധനം ബാക്ക് എൻഡിൽ ഒരു ലോജിക്കിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോജിക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് എൻഡ് അപ്പോൾ നമ്മൾ ഇതേപോലെ കോഡ് ചെയ്യേണ്ടതാണ്. മോസ്റ്റ്ലി ആൾക്കാർ ഉപയോഗിക്കുന്നത് PHP ഉപയോഗിക്കുന്നുണ്ട്, പൈത്തൺ ഉപയോഗിക്കുന്നുണ്ട്, നോഡ് ഉപയോഗിക്കുന്നുണ്ട്, ഗോലാങ് ഉപയോഗിക്കുന്നുണ്ട്, റൂബി ഓൺ റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലാംഗ്വേജസും ഫ്രെയിം വർക്ക്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കോമൺലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അവർ ഏത് ഫ്രെയിം വർക്കാണോ അല്ലെങ്കിൽ ഏത് ലൈബ്രറി ആണോ ഏത് ലാംഗ്വേജ് ആണോ ഉപയോഗിച്ചതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ സ്കെയിലിനാണ് പ്രശ്നം. മുന്നോട്ട് പോകുമ്പോൾ ഈ ബാക്ക് എൻഡ് ഇപ്പോൾ മെയിൻലി നിങ്ങൾ പല ആൾക്കാരും ആപ്പ് ലോഡിങ്ങിന് ഇഷ്യൂ ഉണ്ട്, ഹാങ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പല പ്രശ്നങ്ങളും മോസ്റ്റ്ലി ഈ ബാക്ക് എൻഡിൻ്റെ ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷനിൽ നിങ്ങൾക്ക് PHPയോ അല്ലെങ്കിൽ പൈത്തണോ അല്ലെങ്കിൽ നോഡ് ബേസ് ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഏത് സാധനവും ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിലൊരു മാർക്കറ്റിൽ ഇതിൽ 3ലും അത്യാവശ്യം ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇതിൽ 3എണ്ണത്തിൽ ഏതെങ്കിലും 2 ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറയും പൈത്തണും നോഡ് ജേസും ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിനേക്കാളൊക്കെ ബെറ്റർ ഫ്രെയിം വർക്ക്സ് റൂബി ഓൺ റെയിൽസ് പോലത്തെ ഫ്രെയിം വർക്ക്സ് ഒക്കെ മാർക്കറ്റിലുണ്ട്. അപ്പം ഞാനൊന്നും അതിനെതിരൊന്നുമല്ല. പക്ഷെ അതിൻ്റെ പ്രശ്നം ഈ റൂബി ഓൺ റെയിൽസിൽ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനി റൂബി ഓൺ റെയിൽസിൽ ബിൽഡ് ചെയ്തിട്ട് അവന് പിന്നീട് അതിൽ ഡെവലപ്പേഴ്സിനെ അഫോർഡബിൾ ലെവലിൽ കേരളത്തിലെ മാർക്കറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ സ്ട്രഗിൾ ചെയ്തൊക്കെ സ്റ്റോറിയൊക്കെ അവൻ പറഞ്ഞത് എനിക്കറിയാം. അപ്പം ചില കാര്യങ്ങൾ നല്ല അടിപൊളി ഫ്രെയിം വർക്ക്സ് ആയിരിക്കും, അത് ചെയ്യാൻ മാർക്കറ്റിൽ ആളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിലെ സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് വേറൊരു മാർക്കറ്റിനാണ് കാണുന്നെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പല അക്കാദമീസും പല ട്രെയിനിങ് സെൻറ്റേഴ്സും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ സിലബസിൽ എല്ലാവരുടെടുത്തും നോഡ് ബേസ്ഡ് ഫ്രെയിം വർക്ക്സ് ഉണ്ട്, അതേപോലെ പൈത്തൺ ജാങ്കോ ഉണ്ട്, പൈത്തൺ ഫ്ലാസ്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരു എഞ്ചിനീയറെ ഹയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മാർക്കറ്റിൽ കുറച്ചും കൂടി ചീപ്പറായിട്ട് ഈ ഒരു ഇതൊക്കെ ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ കാരണം മൾട്ടിപ്പിൾ കമ്പനീസിന് വേണ്ടിയിട്ട് ഞാൻ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹയറിംഗ് മാർക്കറ്റിൻ്റെ സിനാരിയോ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ആപ്പിൻ്റെ ബാക്ക് എൻഡ് എന്ത് വേണമെന്നുള്ളത് നിങ്ങളത് ചെയ്യുന്ന ഡെവലപ്പറോടും കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അല്ല അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അടുത്തതായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഞാനത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെർവർ. ഓക്കെ, ഇപ്പോൾ സെർവറിൻ്റെ കേസിലും ആൾക്കാർക്ക് വരുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി എന്ത് സെർവറാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലുണ്ടാവില്ല. ചില ആൾക്കാർ ഷെയർഡ് സെർവേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഷെയർഡ് സെർവറൊന്നും ഒരു ബേസിക് ലാൻഡിംഗ് പേജ് വെബ്സൈറ്റൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ വെബ്സൈറ്റ് ആൾക്കാർക്ക് വരാം. വിസിറ്റിംഗ് കാർഡ് പോലെയൊക്കെ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ അതൊക്കെ ഇനഫാണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വെർച്വൽ പ്രൈവറ്റ് സെർവർ VPS, DigitalOcean, AWS, ഗൂഗിൾ ക്ലൗഡിനൊക്കെ പോലെയുള്ള കമ്പനീസിൻ്റെ സെർവറുകൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്കെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതാവുമ്പോൾ ഷെയർഡ് സെർവർ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് സ്കെയിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലോട്ടും അപ്പ് സൈസ് ചെയ്യാം, ഡൗൺ സൈസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഹോസ്റ്റിങ്ങും നിങ്ങളുടെ ഈ സർവീസ് കമ്പനീസ് റാൻഡംലി റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്റ്റിങ്സ് എടുക്കാതെ കുറച്ചും കൂടി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഹോസ്റ്റിങ്സ് എടുക്കുക. കാരണം ഈ സർവീസ് കമ്പനീസിന് പല കമ്പനീസിനും അഫിലിയേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവർ പറയും ഇന്നൊരു കമ്പനി നമ്മൾ ഹോസ്റ്റിംഗ് ചീപ്പായിട്ട് തരുന്നുണ്ട്, അത് വെച്ചോ എന്നൊക്കെ പറയും. ചിലപ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്റ്റിങ്ങിൻ്റെ സബ് ഒരു ലീസിനൊക്കെ എടുത്തിട്ട് സബ്ബായിട്ട് അവരൊരു പോർഷനൊക്കെ തരുന്നുണ്ടാവും.
അപ്പം അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെയുള്ള ഒരു ഡിജിറ്റൽ ഓഷൻ അല്ലെങ്കിൽ AWS അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് അക്കൗണ്ട് എടുത്തിട്ട് അതിലോട്ട് അവരോട് ഇത് ഹോസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇതിനൊക്കെ ഒരു ആഡ് ഓൺ ആയിട്ടൊരു കാര്യം കൂടി പറയുന്നത്, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അവർ വാങ്ങുന്നുണ്ടോ, ഫോർ എക്സാമ്പിൾ ഡൊമെയിൻ വാങ്ങുന്നുണ്ടാവും, .com .in .net എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നുണ്ടാവും. അത് വളരെ ചെറിയ കോസ്റ്റ് സാധനമാണ്. ഇപ്പോൾ 700 രൂപ 1000 രൂപയൊക്കെയാണ് ഇയർലി കോസ്റ്റ് ഉണ്ടാവുക. അത് ചിലപ്പോൾ മിക്കവാറും സർവീസ് കമ്പനീസ് അവരുടെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് കാരണം അത് അതിൻ്റെ കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ, അതൊന്നും ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എടുക്കുന്ന ഹോസ്റ്റിംഗ്, തേർഡ് പാർട്ടി, നമ്മുടെ SMS അയക്കാൻ എടുക്കുന്ന പ്ലാറ്റ്ഫോം, അതേപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്ലാറ്റ്ഫോംസ്, ഇതുപോലത്തെ എല്ലാ സാധനവും ഒന്നെങ്കിൽ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിലോ ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇതും കൂടി ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്പിൻ്റെ ഒരു ഓവറോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കമ്പണൻസ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഈ വീഡിയോയിൽ നമ്മളിപ്പം ആപ്പിന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കമ്പണൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു ഡെവലപ്പർ അപ്രോച്ച് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സജഷൻസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങളതിൽ ഓരോ പ്രൊജക്റ്റ് അതിന് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസും സജഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ ഇടാം. സോ ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.